പത്തിയൂർകാല സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സൗഹൃദ മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തിയൂർകാല സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സൗഹൃദ മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. മനുഷ്യ ശൃംഖല കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് KM LP സ്കൂളിൽ കൂടിയ പൊതുയോഗത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുകയും 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി ശിവൻ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ലഹരി എന്ന ഈ കൊടും വിപത്ത് അങ്ങ് ദൂരെ കിടന്ന കോവിഡിനെ പറഞ്ഞ പോലെ, നമ്മൾ കോവിഡ് പറഞ്ഞെങ്കിൽ ചൈനയിലല്ലേ കോവിഡ്, അവസാനം നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ തിരുമുറ്റത്തെത്തി നമ്മുടെ മുറിക്കകത്ത് കയറി വന്നു. അതുപോലെ ലഹരിയും നമ്മുടെ മുറിക്കകത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ തൂത്തെറിഞ്ഞേ പറ്റൂ. അതിനാണ് ഇന്ന് പ്രധാനമായും ഈ സമൂഹത്തെ നമ്മുടെ ഈ പത്തിയൂർകാലയിലെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഈ ലഹരി വിരുദ്ധ മനുഷ്യ ശൃംഖല ഇവിടെ നടത്തിയത്. രക്ഷാധികാരി എൻ സുകുമാരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീമാൻ ബാബുക്കുട്ടൻ ഡിവൈഎസ്പി ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഇവിടെ എത്തിയത്. അദ്ദേഹത്തെ നമ്മൾ അനുമോദിച്ചു. അദ്ദേഹം ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി തന്നു. നമ്മളത് ഏറ്റ് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതകളുണ്ട്. അദ്ദേഹം കായംകുളം ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ബാച്ചിലെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ ആ സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ എല്ലാ വർഷവും ചെയ്യാറുള്ള പോലെ സൗഹൃദ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്ക് പ്രായഭേദമന്യേ അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള പരിപാടി ഇവിടെ നടക്കുന്നു. എല്ലാം കൊണ്ടും ഈ പരിപാടി വിജയകരമാക്കുന്നതിന് ഞങ്ങളുടെ എല്ലാം സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. കോർവ കായംകുളം മേഖലാ പ്രസിഡന്റ് ലിയാഖത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നത്തെ കാലത്ത് ഏത് തുറസായ സ്ഥലവും ഏത് മറവുള്ള സ്ഥലവും ലഹരി ഉപയോഗിക്കാനുള്ള ഒരു സങ്കേതമായി പുതിയ തലമുറ ഉപയോഗിക്കുന്നു എന്നതാണ് അപകടം. തിരുവനന്തപുരത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ, ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ അമ്മയുടെ അമ്മ 90 വയസ്സുള്ള ഒരു പ്രായമുള്ള അമ്മുമ്മയെ വരെ തലക്കടിച്ചു കൊല്ലാൻ കാരണം അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച ലഹരിയുടെ ഒരു ബാക്ക് ഇഫക്റ്റാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അത് തുടച്ചു മാറ്റാതെ നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല. സെക്രട്ടറി വി ഷീജിത്ത് സ്വാഗതം പറഞ്ഞു. ഷെരീഫ്, ഷാജി, ശ്രീകുമാർ, മോഹൻകുമാർ, അജയ് ഘോഷ്, രമ്യ, ഷീല എന്നിവർ സംസാരിച്ചു. CDN ന്യൂസ് കായംകുളം.